قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم أولم يروا أن الله يبسط الرزق لمن يشاء ويقدر إن في ذلك لآيات لقوم يؤمنون فآت ذا القربى حقه والمسكين وابن السبيل ذلك خير للذين يريدون وجه الله وأولئك هم المفلحون صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീക്ക് നൽകി അർഹമുർ റഹീമായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു മലയാള ദിനപത്രത്തിൽ പെട്ടിക്കോളത്തിൽ വന്ന ഒരു വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: ഫ്യൂസ് ഊരരുത്, ഞങ്ങൾ സ്കൂളിൽ പോവുകയാണ്. ഇതായിരുന്നു ആ വാർത്തയുടെ തലക്കെട്ട്. പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി ഇലക്ട്രിക് സെക്ഷനിലെ ഒരു ഉപഭോക്താവിൻ്റെ വീട്ടിൽ വച്ചിട്ടുള്ള ഇലക്ട്രിക് മീറ്ററിൻ്റെ സമീപത്ത് ആ വീട്ടിലെ 2 കുട്ടികൾ കൂടി എഴുതി വച്ച ഒരു കുറിപ്പാണിത്. അതായത്, സർ, ഫ്യൂസ് ഊരരുത്, പൈസ ഇവിടെ വച്ചിട്ടുണ്ട്, ഞങ്ങൾ സ്കൂളിൽ പോവുകയാണ്. ആ ഉപഭോക്താവ് വളരെ പാവപ്പെട്ട, വേണ്ടത്ര അടച്ചുറപ്പില്ലാത്ത ഒരു വീട്ടിൽ 2 പെൺകുട്ടികളെയും കൊണ്ട് ജീവിക്കുന്ന ഒരു പിതാവാണ്. അവരുടെ അമ്മ 3 കൊല്ലം മുമ്പ് മക്കളെയും ഭർത്താവിനെയും ഉപേക്ഷിച്ച് പോയി. അദ്ദേഹത്തിന് ആകെയുള്ളത് നഷ്ടത്തിൽ ഓടുന്ന ഒരു ചെറിയ തുണിക്കട മാത്രമാണ്. അതിൻ്റെ വരുമാനം കൊണ്ടാണ് ആ കുടുംബം ജീവിച്ചുകൊണ്ടിരുന്നത്. മിക്കവാറും മാസങ്ങളിൽ ഫ്യൂസ് ഊരുന്ന ഒരു കുടുംബമാണത്. പൈസ അടയ്ക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട്, കറണ്ട് കാശ് അടയ്ക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് മിക്കവാറും നാളുകളിൽ ഫ്യൂസ് ഊരുകയും കുട്ടികൾ ഇരുട്ടത്തിരിക്കുകയും ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയാണ് അവിടെ ഉള്ളത് എന്ന് ഫ്യൂസ് ഊരാൻ വേണ്ടി ചെന്ന ലൈൻമാൻ ഈ കുറിപ്പ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്. തുണി കൊണ്ടാണ്, വാതിലില്ല, പകരം തുണി കൊണ്ടാണ് 7ാം ക്ലാസ്സിലും 11ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 പെൺകുട്ടികൾ ആ വീട്ടിൽ കഴിയുന്നത്. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് പൈസ സംഘടിപ്പിച്ച് അവിടെ വച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഫ്യൂസ് ഊരരുത് എന്ന ഒരപേക്ഷ അവിടെ ഒരു കുറിപ്പായി മീറ്ററിൻ്റെ സമീപത്ത് വെച്ചത്, ഒട്ടിച്ചു വെച്ചത്. നമ്മളൊന്ന് ആലോചിക്കണം. ഇത് കേൾക്കുമ്പോൾ ഹൃദയമുള്ള ഏതൊരാളുടെയും മനസ്സ് വിങ്ങിപ്പോകും. കണ്ണുകളുള്ള ഏതൊരാളുടെയും കണ്ണ് നനഞ്ഞു പോകും. ഇപ്പോൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടാകും, അവരെ സഹായിക്കേണ്ടതാണ്,
വെറും 461 രൂപയാണ് അവർ കറണ്ട് കാശ് ഇനത്തിൽ അടയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടാകും 461 പോയിട്ട് വേണമെങ്കിൽ 4610 അടക്കാൻ ഞാൻ സന്നദ്ധമാണ് അവർക്ക് വേണ്ടിയിട്ട്, കാരണം അർഹതയുള്ള ഒരു കുടുംബമാണ്. പക്ഷെ ഞാൻ എങ്ങനെ അടക്കും? ഇപ്പോൾ പത്തനംതിട്ടയിൽ ചെന്ന് അന്വേഷിച്ച് അവരുടെ വീട് കണ്ടെത്തി ഇതടക്കുന്നതൊന്നും പ്രായോഗികമല്ല എന്ന് നമ്മൾ സ്വയം ആശ്വസിക്കും. അടക്കേണ്ടതാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ട്. പക്ഷെ പത്തനംതിട്ടയിൽ ചെന്ന് ഇത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഈ കറണ്ട് കാശൊക്കെ അടക്കുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ്. അത് നടക്കണ കാര്യമല്ല എന്ന് നമ്മൾ സ്വയം ഇങ്ങനെ ആശ്വസിക്കും. അപ്പോൾ തന്നെ നമ്മൾ ആഗ്രഹിക്കും അവിടെയുള്ള ആരെങ്കിലും ഇതറിഞ്ഞ് അവരുടെ കറണ്ട് കാശ് ഒന്ന് അടച്ചിരുന്നെങ്കിൽ, ഒരു കൊല്ലത്തെ കറണ്ട് കാശ് അല്ലെങ്കിൽ 2 കൊല്ലത്തെ കറണ്ട് കാശ് അടച്ചിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നേനെ എന്ന് നമ്മൾ ആഗ്രഹിച്ചും പോകുന്നുണ്ട്. നമ്മളാണെങ്കിൽ ഇപ്പോൾ 461 അല്ല, വേണമെങ്കിൽ 2 കൊല്ലത്തെ കറണ്ട് കാശ് ഒന്നിച്ചടക്കാൻ നമ്മളിൽ ഒരുപക്ഷെ ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും അല്ലെങ്കിൽ ഒന്നിലേറെ ആളുകൾ, പല ആളുകൾ അതിന് സന്നദ്ധമായിരിക്കും. കാരണം അത് ജെനുവിൻ കേസാണ്, അതുകൊണ്ട് തന്നെ അത് ചെയ്യണം എന്ന് ചിന്തിക്കും. ഇങ്ങനെ ഒരുപാട് ചിന്തകൾ ഇപ്പോൾ നമ്മുടെ മനസ്സിൽ, ഈ തലക്കെട്ടും അതിനകത്തെ സംഭവങ്ങളും കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വന്നിട്ടുണ്ടാകും, വന്നു പോയിട്ടുണ്ടാകും. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഈ പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി ഇലക്ട്രിക് സെക്ഷനിൽ മാത്രം നടക്കുന്ന ഉള്ള ഒരു സംഗതിയല്ല. നമ്മുടെ ഒക്കെ ചുറ്റുവട്ടത്തും ഇതുപോലുള്ള വെറും 461 രൂപ അടക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ അതിന് സമാനമായ ഒരാഴ്ചത്തേക്ക് അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് മരുന്ന് വാങ്ങാൻ കാശില്ലാത്ത, കുട്ടികളെ സ്കൂളിൽ അയക്കാൻ ബാഗും കുടയുമില്ലാത്ത, അല്ലെങ്കിൽ തൻ്റെ ഭർത്താവിന് അല്ലെങ്കിൽ തൻ്റെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ തൻ്റെ മകന് വന്ന അസുഖം എന്താണെന്ന് ഡയഗ്നൈസ് ചെയ്യാൻ ഉള്ള ഒരു CT സ്കാൻ എടുക്കാൻ കാശില്ലാത്ത ഒത്തിരി ആളുകൾ, പല ആളുകൾ നമ്മുടെ ഒക്കെ ചുറ്റുവട്ടത്തുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ബന്ധുജനങ്ങളിൽ തന്നെ ഇത്തരത്തിലുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ നമ്മളതറിയണില്ല. അതിൻ്റെ കാരണം ഇതുപോലെ ഒരു കുറിപ്പ് എഴുതി വയ്ക്കാൻ അവർ സന്നദ്ധമല്ല, അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാൻ അവർ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ പലരുടെയും പ്രയാസങ്ങൾ നമ്മൾ അറിയാതെ പോവുകയാണ്. ആളുകൾക്ക് പ്രയാസമുണ്ട്. കേരളത്തിലെ എല്ലാവരും പൂർണ്ണ സ്വയം പര്യാപ്തരായിട്ടുള്ള ആളുകളല്ല. പക്ഷേ പലരും അഭിമാനം കൊണ്ട് പലതും പുറത്തു പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നില്ല, അല്ലെങ്കിൽ മീറ്ററിൻ്റെയോ അല്ലെങ്കിൽ നെറ്റിത്തടത്തിലോ ഇതുപോലൊരു കുറിപ്പ് എഴുതി വെച്ച് അവർ നടക്കുന്നില്ല എന്നൊറ്റ കാരണത്താൽ നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാനീ പറയുന്നത് ഇത്തരം സംഗതികൾ ചൂണ്ടി ആളുകളെ ചൂഷണം ചെയ്യുന്ന ആളുകളെ കുറിച്ചല്ല. അഥവാ മരുന്ന് വാങ്ങാൻ കാശില്ല എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് വരികയും, അങ്ങനെ മരുന്നിന് വാങ്ങി ഞാൻ തരാം, അതിൻ്റെ ചീട്ടിങ്ങിടുക എന്ന് പറയുമ്പോൾ അത് വേണ്ട, മരുന്ന് ഞാൻ വാങ്ങിക്കോളാം എന്ന് പറയുകയും ചെയ്യുന്ന തന്ത്രശാലികളെ കുറിച്ചല്ല നമ്മളീ പറയുന്നത്. അല്ലെങ്കിൽ മകനൊരു സ്കാൻ ചെയ്യണം, 3000 രൂപയാണ് CT സ്കാനിന് എന്ന് പറയുമ്പോൾ ദയനീയത ഓർത്ത് നമ്മളൊരു പക്ഷേ 3000 രൂപ എടുത്ത്, ഒരു രോഗമല്ലേ, നാളെ നമുക്കും വരാമല്ലോ, നമ്മുടെ കുട്ടികൾക്കും വരാമല്ലോ, നമുക്ക് വരാമല്ലോ, നമ്മുടെ ഇണക്ക് വരാമല്ലോ, അതുകൊണ്ട് 3000 രൂപ കൊണ്ടുപോയി CT സ്കാൻ ചെയ്ത് ഡയഗ്നൈസ് ചെയ്ത് എന്താണെന്ന് വെച്ച് ചെയ്യി എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കും. പക്ഷേ ഇതേ ആൾ തന്നെ ഈ CT സ്കാൻ്റെ റിപ്പോർട്ടുമായിട്ട് അടുത്ത ആളുടെ അടുത്ത് ചെല്ലും, സ്കാൻ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. ഇങ്ങനെ ഒരുപാട് സ്കാൻ ചെയ്യുന്ന ഒരവസ്ഥ ചൂഷണം ചെയ്യുന്ന ആളുകളെ കുറിച്ചുമല്ല നമ്മളീ പറയുന്നത്. അങ്ങനെയൊക്കെ നമുക്ക് കാണാം. വെറും പിരിവ് മാത്രം ലക്ഷ്യമിട്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്ന ആളുകളെ നമ്മൾ അതിനെക്കുറിച്ചല്ല പറയുന്നത്. മറിച്ച് ജെന്യുവിനായിട്ടുള്ള, ന്യായമായും അർഹതയുള്ള ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. അവരെ
നമുക്ക് കണ്ടെത്തി അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ അത് നമ്മുടെ ബാധ്യതയാണ് എന്ന ബോധം പലപ്പോഴും നമുക്കില്ല. അതെല്ലാം വലിയ ബഡാ സമ്പന്നന്മാർ ചെയ്യേണ്ടതാണ് എന്ന ഒരു തോന്നലാണ് പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അതൊന്നും എൻ്റെ ബാധ്യതയില്ലേ. സക്കാത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കാറില്ലേ, അത് വലിയ കോടികൾ ആസ്തിയുള്ള ആളുകൾ കൊടുക്കേണ്ടതാണ് എന്ന തോന്നൽ നമുക്കുണ്ടാകുന്നത് പോലെ ഈ വിഷയത്തിലും നമുക്ക് ഇത്തരം തോന്നലുകൾ ഉണ്ടാകും. പക്ഷേ ദരിദ്രനെ സഹായിക്കൽ, ദരിദ്രന്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കൽ അത്യാവശ്യം സമ്പത്തുള്ള എല്ലാവരുടെയും ബാധ്യതയാണ് എന്ന ബോധം നമുക്കുണ്ടാവണം. അതുണ്ടാവണം എന്ന് പറഞ്ഞത് ഒഴുക്കം മട്ടിൽ അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റുന്നൊരു കാര്യമല്ല. അതുണ്ടായേ പറ്റൂ എന്ന് പറയേണ്ടുന്ന ഒരു കാര്യമാണ്. ഈ വിഷയത്തിൽ നമ്മൾ ഒരിക്കലും മതം നോക്കരുത്, ജാതി നോക്കരുത്. വിശപ്പിന് വിശ്വാസമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശപ്പ് ആരുടേതായാലും വിശപ്പ് തന്നെയാണ്, പ്രയാസമാണ്. അവിടെ മതവും ജാതിയും നോക്കാൻ ആ ഒരു ശ്രമത്തെ വിശുദ്ധ ഖുർആൻ ശക്തമായി വിലക്കുന്നതും നമുക്ക് കാണാൻ പറ്റും. പാരമ്പര്യമായിട്ടൊക്കെ ഒരുപക്ഷെ നമുക്ക് അങ്ങനെ ഒരു വികാരം ഉണ്ടാകും. പക്ഷെ പ്രമാണപരമായിട്ട് അങ്ങനെ ഒരു വികാരം ഉണ്ടാവേണ്ട കാര്യമില്ല. അടിസ്ഥാന ആവശ്യങ്ങൾക്ക് ജാതിയുമില്ല, മതവുമില്ല. അത് ആർക്കാണോ ആവശ്യമുള്ളത് അവന് അത് നൽകുക. അത് നൽകുമ്പോൾ നമുക്ക് നല്ല സംതൃപ്തി ഉണ്ടാവുകയും ചെയ്യണം. അല്ലാതെ അത് കൊടുത്തത് വേറൊരു മതക്കാരനാണല്ലോ, ജാതിക്കാരനാണല്ലോ, ഒരു മുസ്ലിമിന് കൊടുത്ത ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എന്ന തോന്നലൊന്നും നമുക്കുണ്ടാകേണ്ടതില്ല. കാരണം നമ്മൾ അടിസ്ഥാനപരമായി വിശ്വസിക്കുന്നത് എന്നെ സൃഷ്ടിച്ച അതേ പടച്ച തമ്പുരാൻ തന്നെയാണ് അവനെയും സൃഷ്ടിച്ചത് എന്ന ഒരു അടിസ്ഥാന ബോധവും നമുക്കുണ്ടാവണം. അവൻ്റെ റബ്ബ് വേറെയല്ല, അവൻ്റെ റബ്ബ് എൻ്റെ റബ്ബ് തന്നെയാണ്, അവൻ്റെ അള്ള എൻ്റെ അള്ള തന്നെയാണ്. അതവൻ്റെ വിശ്വാസം, അവൻ്റെ മറ്റു കാര്യങ്ങൾ, അത് അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ തടസ്സമാകാൻ പാടില്ല. ഇത് വളരെ, ഞാൻ പറഞ്ഞാൽ ഒഴുക്കം മട്ടിൽ അങ്ങനെ പറഞ്ഞു പോകേണ്ടുന്ന ഒരു കാര്യമല്ല. മറിച്ച് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട, ബോധ്യമുണ്ടാകേണ്ട ഒരു സംഗതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വേദഗ്രന്ഥത്തിൽ സൂറത്തു സുഹ്റുഫിൽ പറയുന്നൊരു കാര്യമുണ്ട്. നഹ്നു ഖസംനാ ബൈനഹും മഈശത്തഹും ഫിൽ ഹയാത്തി ദുനിയ. നഹ്നു ഖസംനാ ബൈനഹും മഈശത്തഹും ഫിൽ ഹയാത്തി ദുനിയ. നമ്മൾ വളരെ കരുതലോടെയും ഗൗരവത്തോടെയും കാണേണ്ട കാര്യമാണ്. നാം ആണ് നിശ്ചയിച്ചത് ബൈനഹും മഈശത്തഹും ഫിൽ ഹയാത്തി ദുനിയ. ദുനിയവിയായ ജീവിതത്തിൽ അവരുടെ മഈശത്ത് നിശ്ചയിച്ചത് നാം ആണ്. മഈശത്തൊക്കെ നമ്മൾ സാധാരണ പറയുന്നത് ഈ ഉപജീവന മാർഗം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. ഈ ഉപജീവന മാർഗത്തെ ഏറ്റക്കുറവുണ്ട്. എനിക്കുള്ള സമ്പത്ത് നിങ്ങൾക്കില്ല, നിങ്ങൾക്കുള്ള സമ്പത്തല്ല എനിക്കുള്ളത്. ആ സമ്പത്ത് ഇപ്പം ഇരിക്കുന്ന ആളുകളെ തന്നെ എടുത്ത് പരിശോധിച്ചാൽ ഡിഫറൻ്റ് ആയിരിക്കും, വ്യത്യസ്തമായിരിക്കും. ഇത് നിശ്ചയിച്ചത് നാമാണ് നിശ്ചയിച്ചത്. അത് റാൻഡം ഹാപ്പനിങ് അല്ല, യാദൃച്ഛികമായിട്ട് അങ്ങനെ വന്നുപോയതല്ല. ഞാൻ വളരെ ബോധപൂർവം നിശ്ചയിച്ചതാണ് ഈ വ്യത്യാസങ്ങൾ എന്നാണ് അള്ളാഹു പറയുന്നത്. എന്നിട്ട് അള്ളാഹു പറയുന്നത് വർഫഅന ബഅദഹും ഫൗക ബഅദിൻ ദറജാത്തിൻ. വ്യത്യസ്തമായ ഈ ദറജകൾ ഉണ്ടായത് താനെ ഉണ്ടായിപ്പോയതല്ല, യാദൃച്ഛികമായി സംഭവിച്ചതല്ല, നാം നിശ്ചയിച്ചതാണ് എന്ന് അള്ളാഹു തന്നെ പറയുകയാണ്. ഇത് വിശ്വസിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ. ഞാൻ ആമുഖത്തിൽ ഓതി വെച്ച ആയത്തുണ്ട്, 30-ാം അധ്യായം സൂറത്തു റൂമിലെ ഒരു സൂക്തമാണിത്. അവലം യറൗ അന്നല്ലാഹ യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിറു. അവലം യറൗ അന്നല്ലാഹ്, അവരെന്തേ നോക്കാത്തത്, അല്ലെങ്കിൽ അവരെന്തേ കാണുന്നില്ലേ? അന്നല്ലാഹ യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിറു. റിസ്ഖ് ഞാൻ ചിലർക്ക് കൂടുതലായി നൽകിയിട്ടുണ്ട്, ചിലർക്ക് ഞാൻ കുറച്ചേ നൽകിയിട്ടുള്ളൂ. അത് നാം നൽകിയതാണ്. ആ അളവ് വ്യത്യാസം നമ്മൾ ഉണ്ടാക്കിയതാണ്. അതിനകത്ത് നിങ്ങൾക്ക് ഇന്നഫി ദാലിക്കൽ ആയാത്തിൽ മുഅ്മിനീൻ, അതിനകത്ത് മുഅ്മിനീങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. ഇന്നഫി ദാലിക്കൽ ആയാത്തിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഫാതിദൽ ഖുർബ ഹഖഹു വൽ മിസ്കീന വബിനസ് സബീൽ
ദാലിക ഖൈറുൻ ലില്ലദീന യുരീദൂന വജ്ഹല്ലാഹ് വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. വളരെ അടിവരയിടേണ്ട വിശുദ്ധ ഖുർആനിലെ ഒരു സൂക്തമാണിത്. അള്ളാഹു പറയുന്നത്, ഈ ഏറ്റ വ്യത്യാസങ്ങളെല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ അതിസമ്പന്നരുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ സമ്പന്നരുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ ദരിദ്രരുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ അതിദരിദ്രരുണ്ട്. ഈ വ്യത്യാസങ്ങളൊക്കെ വന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു റാൻഡം ഹാപ്പനിങ് അല്ല, അതിനപ്പുറം ഒരു ഗോഡ് ഡിറ്റർമിൻഡ് ആണ്, ദൈവനിശ്ചിതമാണ് ഇത് എന്നാണ് അള്ളാഹ് പറയുന്നത്. എന്നിട്ട് പിന്നെ അള്ളാഹ് പറയുകയാണ്, ഫാത്തിദൽ ഖുർബ ഹഖഹു വൽ മിസ്കീൻ. അതുകൊണ്ട്, അതിനാൽ ആത്തിദൽ ഖുർബ ഹഖഹു, ബന്ധുജനങ്ങൾക്ക് അവരുടെ അവകാശം നൽകണം. വൽ മിസ്കീൻ, അഗതികൾക്ക് അവരുടെ അവകാശം നൽകണം. ഒബിന സബീൽ, യാത്രക്കാർക്ക് അവരുടെ അവകാശം നൽകണം. ദാലിക ഖൈറുൻ ലില്ലദീന യുരീദൂന വജ്ഹല്ലാഹ്, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ട പണി ഇതാണ്. വൗലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയം വരിക്കുന്നവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തീർത്തു പറയുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ തന്നെയാണ് നമ്മൾ വട്ടം കറങ്ങേണ്ടതും ചുറ്റിക്കറങ്ങേണ്ടതും. എൻ്റെ കയ്യിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കയ്യിലുള്ളതിനേക്കാൾ കൂടുതലായി എന്തെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹ് ഏൽപ്പിച്ചതാണ്. എൻ്റെ മിടുക്കുകൊണ്ടും എൻ്റെ ബുദ്ധി വൈഭവം കൊണ്ടും മാത്രം ലഭിച്ചതല്ല, അത് ലഭിച്ചതല്ല എന്ന് ആളുകളുടെ ഇടയിലുള്ള ഈ സാമ്പത്തിക വ്യത്യാസങ്ങളും അവരുടെ കഴിവുകളും പരിശോധിച്ചാൽ തന്നെ നമുക്ക് ബോധ്യപ്പെടും. അതങ്ങനെ കഴിവുകൊണ്ട് മാത്രം ഉണ്ടായതല്ല, വേറെ എന്തോ ഒക്കെ ഒരു തത്വങ്ങളും കൂടി അതിൻ്റെ പുറകിലുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുമാറാണ് ആളുകളുടെ കയ്യിൽ സമ്പത്ത് വന്നു ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട്, അതിനാൽ അത് ഞാൻ തന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള സമ്പത്തുണ്ടല്ലോ, ആ സമ്പത്തിനകത്ത് ഞാൻ കൊടുക്കാത്ത കുറെ ആളുകളുണ്ട്, അവരുടെ ആ സമ്പത്ത് നിങ്ങളുടെ കയ്യിലുണ്ട്. അത് ഞാൻ നിങ്ങളെയാണ് ഏൽപ്പിച്ചത്. ഇത് അല്ലാഹ് പറയുന്നതാണ്, ഇത് പടച്ചതമ്പുരാൻ പറയുന്നതാണ്. നമ്മൾ വെറുതെ ഇങ്ങനെ ഒരു ആവിഷ്കാരം നടത്തുന്നതല്ലത്. ഇത് അല്ലാഹ് വളരെ കൃത്യമായി 30-ാം അധ്യായം സൂറത്ത് റൂമിൽ പറഞ്ഞതാണ്. ഏറ്റ വ്യത്യാസങ്ങൾ സമ്പത്തിന്റെ കാര്യത്തിലും അതിലുള്ള വ്യത്യാസങ്ങളിലൊക്കെ ഏറ്റ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. വ്യത്യസ്തമായ പടികൾ, ദരിദ്രർ, അതിദരിദ്രർ, സമ്പന്നർ, അതിസമ്പന്നർ എന്നൊക്കെ പറയുന്നത് നമ്മുടെയും കൂടി ഒരു നിശ്ചയത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് എന്തു വേണം? അതുകൊണ്ട് ബന്ധുജനങ്ങൾക്ക് അവരുടെ അവകാശം നൽകണം, അഗതികൾക്ക് അതിന്റെ അവകാശം നൽകണം, അതുപോലെ തന്നെ യാത്രക്കാർക്ക് അതിന്റെ അവകാശങ്ങൾ നൽകണം. ഈ അവകാശം ഞാൻ നൽകേണ്ടതാണ്. നമ്മൾ നമ്മുടെ സമ്പത്ത് വിനിയോഗിക്കുമ്പോൾ, നമ്മുടെ സമ്പത്തുമായി നമ്മൾ ജീവിക്കുമ്പോൾ, നമ്മൾ കല്യാണം നടത്തുമ്പോൾ ആർഭാടം കാണിക്കുമ്പോൾ, നമ്മൾ കല്യാണം നടത്തുമ്പോൾ ധൂർത്ത് നടത്തുമ്പോൾ, നമ്മളൊരു കാര്യം കല്യാണത്തിൽ മാത്രമല്ല മറ്റേത് കാര്യത്തിലും അമിതത്വവും ദുർവ്യയവും ധൂർത്തും ഇസ്രാഫും തബ്ദീറും നടത്തുമ്പോൾ നാം ആലോചിക്കണം, മറ്റുള്ളവന്റെ സമ്പത്ത് കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ ഇന്നിന്ന ഭാഗങ്ങളിൽ ഇന്നിന്ന ആളുകൾക്ക് സമ്പത്ത് കിട്ടിയിട്ടില്ല. ആ സമ്പത്ത് അവർക്ക് കിട്ടാതെ പോയത് അള്ളാഹുവിന്റെ ഒരു നിശ്ചയത്തിന്റെ ഭാഗമാണ്. പക്ഷെ അതിനുകൂടി അള്ളാഹ് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹ് പറയുന്നത്, അതുകൊണ്ട് നീ അവർക്കത് കൊടുക്കണം. എത്ര വിപ്ലവാത്മകമായ ഒരു വർത്തമാനമാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ലോകത്ത് മറ്റൊരു ദർശനത്തിനും പറയാൻ കഴിയാത്ത വിധം അത്രയും വിപ്ലവാത്മകമായ വർത്തമാനങ്ങൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞു വച്ചിട്ടുണ്ട്. ഒഫി അംവാലിഹിം ഹഖ്കുൽ ലിസായിലി വൽ മഹ്റൂം. ഒഫി അംവാലിഹിം, അവരുടെ സമ്പത്തിൽ, ഹഖ്കുൻ ലിസായിലി വൽ മഹ്റൂം, ചോദിച്ചു വരുന്നവനും അതുപോലെ തന്നെ ദരിദ്രനും അവകാശമുണ്ട്. ഹക്ക് എന്ന് പറഞ്ഞാൽ അവകാശം എന്നാണ് ഇവിടെ അർത്ഥം. ഹക്കുണ്ട് ചോദിച്ചു വരുന്നവനും അതുപോലെ തന്നെ തടയപ്പെട്ടവനും, അഥവാ ദാരിദ്ര്യം അതല്ല കൊടുത്തിട്ടില്ലല്ലോ, അവർക്കും എന്തുണ്ട്? ഒഫി അംവാലിഹിം ഹഖുൻ, നിങ്ങളുടെ സമ്പത്തിൽ അവർക്ക് കൂടിയുള്ള അവകാശമുണ്ട്. 70-ാം അധ്യായം സൂറത്തുൽ മആരിജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഒഫി അംവാലിഹിം ഹഖും മഅലൂമുൽ ലിസായിലി വൽ മഹ്റൂം. ഒഫി അംവാലിഹിം, അവരുടെ സമ്പത്തിൽ, ഹഖും മഅലൂമുൽ ലിസായിലി വൽ മഹ്റൂം, നിർണിതമായ അവകാശമുണ്ട് നിങ്ങളുടെ സമ്പത്തിൽ. ചോദിച്ചു വരുന്നവനും ദരിദ്രർക്കും, ഏതൊക്കെയോ കാരണത്താൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന, സമ്പത്ത് ലഭിക്കാതെ പോയ ആളുകൾക്കും നിങ്ങളുടെ സമ്പത്തിൽ അവകാശമുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ലോകത്തെ ഏത് ദർശനത്തിനാണ് മറ്റൊരാളുടെ സമ്പത്തിനകത്ത്, നിങ്ങളുടെ സമ്പത്തിനകത്ത് മറ്റൊരാളുടെ അവകാശം കിടക്കുന്നുണ്ട് എന്ന് പറയുന്ന ആ ഒരു കാഴ്ചപ്പാട്, ആ ഒരു ബോധം നമ്മളിൽ ഉണ്ടെങ്കിൽ
നമ്മൾ ഇന്ന് കാണിക്കുന്ന പോലെ ധൂർത്ത് കാണിക്കുമോ? നമ്മൾ ഇന്ന് കാണിക്കുന്നത് പോലെ അമിതത്വം കാണിക്കുമോ? ഒരിക്കലും കാണിക്കില്ല. ഈ ബോധം നമുക്കില്ല. നമ്മൾ വാതിലൂടെ കേട്ടിട്ടുള്ളൂ. ഈ ബോധമൊക്കെ നമ്മിൽ സന്നിവേശിപ്പിക്കാനാണ് പടച്ച തമ്പുരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊന്ന് വായിക്കണം എന്ന് നമ്മളോട് പറഞ്ഞത്. ഇതൊന്ന് വായിക്കണം. ഇതിനകത്ത് വ്യത്യസ്തമായ തലങ്ങളിൽ ഗൗരവഭാവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയം അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ വാലുകളിലോ നമ്മുടെ പ്രഭാഷണങ്ങളിലോ നമ്മുടെ ചർച്ചകളിലോ ഒന്നും വിശുദ്ധ ഖുർആനിലെ ഇത്തരം ആയത്തുകൾ ഗൗരവമായ ചർച്ചകൾക്ക് വരാറില്ല. സാധാരണക്കാരന് ഇത് ലഭ്യമല്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സാധാരണക്കാരൻ വിശുദ്ധ ഖുർആൻ എടുത്തിട്ട് ആകെ ഓതുകയും ആകെ പാരായണം ചെയ്യുകയേ ഉള്ളൂ. അതിനപ്പുറം ഇതിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ചത് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഭാഗ്യം അവന് ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് വായിക്കണമെന്ന് പറഞ്ഞത്. ഇതിങ്ങനെ വായിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന ബോധം നിരന്തരമായി നമ്മിൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. വയലാറിന്റെ ഈരടികളാണിത്. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. വേദനിക്കുന്ന, കഷ്ടപ്പെടുന്ന, പ്രയാസം അനുഭവിക്കുന്ന ദരിദ്രനെ സ്നേഹിക്കാത്ത ഒരു ദർശനത്തെയും ഞാൻ സ്നേഹിക്കില്ല എന്നാണ് ആ ഈരടികളുടെ അർത്ഥം. എന്നാൽ ഇതിനേക്കാൾ വെല്ലുന്ന വർത്തമാനം വിശുദ്ധ ഖുർആൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. 107-ാം അധ്യായം സൂറത്തുൽ മാഊനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം വലാ യഹുദ്ദു വലാ തആമിൽ മിസ്കീൻ. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, പരലോക വിചാരണയെ, പരലോകത്തെ നിരാകരിക്കുന്നവരെ താങ്കൾ കണ്ടുവോ? വിചാരണാ ലോകത്തെ, പരലോകത്തെ നിഷേധിക്കുന്ന ആളുകളെ താങ്കൾ കണ്ടുവോ? അവർ നമസ്കരിക്കാത്തവരാണ് എന്നല്ല അല്ലാഹു പറഞ്ഞത്. അവർ നോമ്പ് പിടിക്കാത്ത ആളുകളാണ് എന്നല്ല അല്ലാഹു പറഞ്ഞത്. നമ്മളാണ് ഒരു പക്ഷേ ഖുർആൻ രചിച്ചതെങ്കിൽ നമ്മൾ അങ്ങനെ പറയുകയുള്ളൂ. നമ്മൾ മനസ്സിലാക്കിയ ഇസ്ലാം അനുസരിച്ച് പരലോകത്തെ നിഷേധിക്കുന്നവനെ താങ്കൾ കണ്ടുവോ? അവർ നമസ്കരിക്കുന്നില്ല, അവർ നോമ്പെടുക്കുന്നില്ല, അവർ ഹജ്ജ് ചെയ്യുന്നില്ല എന്നല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അല്ലാഹു പറഞ്ഞത് അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, പരലോകത്തെ വിചാരണയെ മുൻപിൻ നോക്കാതെ നിഷേധിക്കുന്നവരെ താങ്കൾ കണ്ടുവോ? അവർ അനാഥയെ ആട്ടിയകറ്റുന്നവനും അഗതിക്ക് അന്നം കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവനുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇസ്ലാമിക ദർശനത്തിന്റെ ഏറ്റവും മഹോന്നതമായ ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള ഒരു ഫേസാണ് നമ്മളിവിടെ ഇത് കാണേണ്ടത്. അഗതിക്ക് അന്നം കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവൻ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, അഗതിക്ക് അന്നം കൊടുക്കാത്തവനെ കുറിച്ചല്ല അല്ലാഹു ഇവിടെ പറയുന്നത്. അഗതിക്ക് അന്നം കൊടുക്കാത്തവൻ പരലോകത്തെ നിഷേധിക്കുന്നു എന്നല്ല പറയുന്നത്. അഗതിക്ക് അവൻ്റെ അന്നം കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവൻ. ഇതിന് ഒരുപാട് മാനങ്ങളുണ്ട്. അന്നം കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവൻ, അഗതിക്ക് അവൻ്റെ അന്നം കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവൻ എന്നാണ് അതിനർത്ഥം. അവൻ്റെ അന്നം അതെൻ്റെ കയ്യിലാണ് ഉള്ളത്, അതാണ് അല്ലാഹു പറഞ്ഞത്. ഞാൻ നിങ്ങളെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്, അതുകൊണ്ട് വാത്തിദിൽ ഖുർബ വൽ യതാമ, ബന്ധുക്കൾക്ക് അത് കൊടുക്കണം. ഹഖഹു വൽ മിസ്കീന വബിന സബീൽ, അഗതികൾക്കും വഴിയാത്രക്കാർക്കും അവരുടെ അവകാശം നൽകണം എന്നുള്ള പറയുന്നത് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുള്ളത് കൊണ്ടാണ്. എത്ര മഹത്തരമായ വർത്തമാനമാണിത്. പരലോകത്തെ നിഷേധിക്കുന്നവരെ താങ്കൾ കണ്ടുവോ? അഗതിക്ക് അന്നം കൊടുക്കാൻ അവർ പ്രേരിപ്പിക്കുന്നില്ല, അനാഥയെ ആട്ടിയകറ്റുകയും ചെയ്യുന്നു. ഇത് വിശുദ്ധ ഖുർആനിൽ വ്യത്യസ്തമായ രൂപത്തിൽ അവതരിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഈ ഒരു ഗൗരവത്തിൽ ഇതിനെ കണ്ടിട്ടുണ്ടോ? അഗതിക്ക് അന്നം കൊടുക്കാൻ പ്രേരിപ്പിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് തൻ്റെ പരലോകത്തെ നിഷേധിക്കുന്ന ഒരു പ്രവണതയുടെ ഭാഗമാണ് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇത് നമ്മൾ നിത്യേന നമസ്കാരത്തിൽ ഓതുന്ന സൂറത്താണ്. 107-ാം അധ്യായം സൂറത്തുൽ മാഊൻ നമ്മൾ നിത്യേന ഓതുന്നതാണ്. അതല്ലാതെ സൂറത്തുൽ ബഖറയിലോ സൂറത്ത് ആൽ ഇംറാനിലോ അല്ല ഇതുള്ളത്. നമ്മൾ സാധാരണ ഓതുന്ന ആയത്തിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പറയുന്ന മറ്റൊരു കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 70-ാം അധ്യായം സൂറത്തുൽ മആരിജ്, ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ ഇദാ മസ്സഹു ശർറു ജസൂഅ വഇദാ മസ്സഹുൽ ഖൈറു മനൂഅ ഇല്ലൽ മുസല്ലീൻ അല്ലദീന ഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ വഫീ അംവാലിഹിം ഹഖ്കും മഅലൂമുൻ ലിസ്സാഇലി വൽ മഹ്റൂം വല്ലദീന യുസദ്ദിഖൂന ബിയൗമിദ്ദീൻ. എത്ര അർത്ഥവത്തായ വാചകങ്ങളാണത്. ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ, ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് ചപലനായിട്ടാണ്. എന്തെങ്കിലും ഷെറ് ബാധിച്ചാൽ അവൻ വെപ്രാളപ്പെടും, എന്തെങ്കിലും ഹൈറ് ഞാൻ അവന് നൽകിയാൽ അവൻ ചുരുട്ടിപ്പിടിക്കും. ഇല്ലൽ മുസല്ലീൻ, നമസ്കാരക്കാർ പക്ഷെ അങ്ങനെയല്ല. നമസ്കാരക്കാർ അങ്ങനെയല്ല. അവരുടെ നമസ്കാരം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടാകും എന്നാണല്ലോ പറയുന്നത്. അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടാകും.
വെള്ളിയാഴ്ച മാത്രം പള്ളി പോകുന്നവരല്ലവർ, അവരെല്ലാ വക്കത്തിലും നമസ്കരിക്കുന്നവരാണ്. അങ്ങനെയുള്ള നമസ്കാരക്കാരുടെ ഫീ അംവാലിഹിം, സമ്പത്തിൽ, ഹക്കും മഅലൂമുൽ ലിസ്സായിരി വൽ മഹ്റൂം, ചോദിച്ചു വരുന്നവർക്കും തടയപ്പെട്ടവർക്കും അഥവാ നിരാലംബർക്കും നിർണിതമായ അവകാശമുണ്ട്. നിർണിതമായ അവകാശമുണ്ട്. നമ്മൾ ഈ സാമ്പത്തികമായ അവകാശത്തെക്കുറിച്ചൊക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് മാർക്സിസവും കമ്മ്യൂണിസവും ഒക്കെയാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ, ഇസ്ലാം എന്ന് പറയുന്ന ഇത്രയും വിപ്ലവാത്മകമായ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ മുഖമുദ്ര തന്നെയാണിത്. അത് എത്ര ഗൗരവത്തിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് അല്ലാഹ് പറയണം വല്ലദീന യുസദ്ദിഖൂന ബിയൗമിദ്ദീൻ. അവരുടെ പ്രത്യേകത എന്താണ്? അവർക്ക് മറ്റൊരു ക്വാളിറ്റി ഉണ്ട്. അവർ വിചാരണാ ലോകത്തെ സത്യമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ്. ഇവിടെ അല്ലാഹ് സൂറത്തുൽ മാഊനിൽ എന്താ പറഞ്ഞത്? പരലോകത്തെ അവർ നിഷേധിക്കുന്നവരാണ്. ഇത് നിങ്ങൾ രണ്ടും കൂടി ഒന്ന് ക്ലബ് ചെയ്ത് നോക്കിയേ. സ്വയം എൻ്റെ സമ്പത്തിൽ മറ്റുള്ളവർക്ക് അവകാശമുണ്ട് എന്ന് പറയുന്നവന്റെ പ്രത്യേകത വിചാരണാ ലോകത്തെ അവൻ ശരിവെക്കുന്നവനാണ്. ഇത് കൊടുക്കൂല എന്ന് പറഞ്ഞവന്റെ അവസ്ഥ വിചാരണാ ലോകത്തെ അവൻ നിഷേധിക്കുന്നവനാണ്. അപ്പൊ വിചാരണാ ലോകത്തെ ബോധ്യമുള്ളവന് മാത്രമേ തൻ്റെ സമ്പത്തിൽ അവകാശമുണ്ട് എന്ന ബോധം ഉണ്ടാകുള്ളൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് സമ്പത്തിൽ മറ്റുള്ളവൻ്റെ അവകാശമുണ്ട്, അവനെന്തെങ്കിലും കൊടുക്കണം. നമ്മൾ ഇത് ദൂർത്തടിച്ച് ശരിയാവില്ല. കല്യാണത്തിന് ഉള്ള ലൈറ്റൊക്കെ ഇട്ട് ഉള്ള ഡെക്കറേഷനൊക്കെ വരുത്തി കളയാനുള്ളതല്ല ഈ കാശ്. ഈ കാശ് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കേണ്ടതാണ്. അവൻ്റെ അവകാശം അല്ലാഹ് ഏതോ കാരണവശാൽ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ്. അവന് പുസ്തകം വാങ്ങാൻ കാശില്ല. അവൻ എൻ്റെ മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ പരീക്ഷിക്കുകയാണ്. എൻ്റെ മുൻപിൽ വന്ന് അവൻ നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ അല്ലാഹ് ചെയ്യുന്നത് എന്ന ബോധമാണ് നമുക്ക് വേണ്ടത്. ഈ ബോധ്യം ഉണ്ടാകണമെങ്കിൽ ഇത് വായിക്കണം, ഇതറിയണം, ഇത് നമുക്ക് ബോധ്യം വരണം. ഇത് മുസ്ലിയാർ പറഞ്ഞതല്ല, ഇത് സംഘടനാ നേതാക്കൾ പറഞ്ഞതല്ല, ഇത് സാക്ഷാൽ ഈ പ്രപഞ്ചത്തിന്റെ സംവിധാനിച്ച സംവിധായകൻ തന്നെ പറഞ്ഞതാണിത്. നിന്റെ സമ്പത്തിൽ അന്യർക്ക് അവകാശമുണ്ട്, അത് നിന്റേതല്ല എന്ന് പഠിപ്പിച്ചത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹാഖ 69-ാം അധ്യായം അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് വിചാരണ ചെയ്ത് കിതാബ് നമ്മൾ ചെയ്തു വച്ച മുഴുവൻ പ്രവർത്തനങ്ങളുടെയും രേഖ നമുക്ക് കൈമാറുന്ന രംഗം വിശുദ്ധ ഖുർആൻ 69-ാം അധ്യായം സൂറത്തുൽ ഹാഖയിൽ വിശദമായി തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അങ്ങനെ കിതാബ് വലത് കൈയിൽ കിട്ടുന്ന ആളുകൾ കിതാബിയ, ഇങ്ങനെയൊക്കെ എൻ്റെ കിതാബ്, എന്തൊരു കിതാബ്, ഞാൻ ചെയ്ത എല്ലാ നന്മകളും ഇതിനകത്തുണ്ടല്ലോ എന്ന് വിചാരിച്ച് എല്ലാവരെയും ഇത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടു നടക്കുന്ന ഒരു രംഗം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് 69-ാം അധ്യായത്തിൽ. അതിൻ്റെ തൊട്ടുടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഗ്രന്ഥം ഇടത് കൈയിൽ വാങ്ങിയവരെ കുറിച്ച്, അവരുടെ പ്രവർത്തന രേഖ ഇടത് കൈയിൽ വാങ്ങിയതിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിശിമാലിഹി വയഖൂലു യാ ലൈതനി ലമൂത കിതാബിയ വലം അദ്രി മാ ഹിസാബിയ യാ ലൈതഹാ കാനത്തിൽ ഖാളിയ മാ അഗ്നാ അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ ഖുദൂഹു ഫഖുല്ലു സുമ്മൽ ജഹീമ സല്ലു സുമ്മ ഫീ സിൽസിലത്തിൻ ദിർഉഹാ 70 ദിറാഅൻ ഫസ്ലുഖു. എത്ര ഗൗരവത്തിലും എത്ര ഇന്റൻസിറ്റിയിലുമാണ് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അവൻ്റെ കയ്യിലേക്ക് ഇടത് കയ്യിലെ കിതാബ് കൊടുത്ത് അത് തുറന്നു നോക്കുമ്പോൾ പറയും, പടച്ച തമ്പുരാനെ, ഇങ്ങനൊരു കിതാബ് കിട്ടാതിരുന്നെങ്കിൽ ഞാൻ ചെയ്ത മുഴുവൻ തെമ്മാടിത്തരങ്ങളും, ഞാൻ ചെയ്ത ദൈവകൽപ്പനക്ക് വിരുദ്ധമായി ചെയ്ത മുഴുവൻ കാര്യങ്ങളും ഇതിനകത്തുണ്ടല്ലോ തമ്പുരാനെ. എനിക്കിങ്ങനെ ഒരു ഗ്രന്ഥം കിട്ടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, ഇങ്ങനെ ഒരു വിചാരണാ ലോകം ഇല്ലാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഞാൻ ആദ്യം തന്നെ മരിച്ചപ്പോൾ അങ്ങനെ മരിച്ചു മണ്ണടിഞ്ഞ് മണ്ണിൽ ലയിച്ചു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എൻ്റെ സമ്പത്ത് എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ലല്ലോ തമ്പുരാനെ, എൻ്റെ അധികാരം എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ലല്ലോ തമ്പുരാനെ. ഇതാണ് ആ വിലാപത്തിന്റെ, ആ വെപ്രാളത്തിന്റെ, ആ തേങ്ങിയുള്ള ആ കരച്ചിലിന്റെ ഉള്ളടക്കം ഇതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പൊ അല്ലാഹ് പറയും, അത് മലക്കുകൾ നോക്കി നിൽക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഇതൊന്നും കേട്ടിട്ട് നിങ്ങൾ അങ്ങനെ ഡൗണായി ഒന്നും പോകേണ്ട കാര്യമില്ല. ഖുദൂ ഫഖുല്ലു സുമ്മൽ ജഹീമ സല്ലു, അവനെ പിടിക്ക്, അവന്റെ കഴുത്തിൽ ചങ്ങലയിട്ടുകൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയൂ, എന്നിട്ട് അവന്റെ 70 മുഴം നീളമുള്ള ചങ്ങല കൊണ്ട് അതിനകത്തിട്ട് അവനെ കുരുക്കൂ. എന്നാലോചിച്ച് നോക്കൂ, എത്ര വലിയ ഗൗരവത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്നിട്ട് ഇത്രയും ഭീകരമായ ഒരു ശിക്ഷക്ക് അയാളെ വിധേയമാക്കാൻ അല്ലാഹു പറയുന്ന 2 കാരണങ്ങളുണ്ട്. എന്താണെന്നറിയാമോ? ഇന്നഹു കാന ലാ യുഅ്മിൻ ബില്ലാഹിൽ അലീം വലാ യഹൂദൂന അലാ തആമിൽ മിസ്കീൻ. അവൻ അല്ലാഹുവിൽ വിശ്വസിച്ചില്ല, അവൻ അഗതിക്ക് അന്നം കൊടുക്കാൻ പ്രേരിപ്പിച്ചുമില്ല. എന്തെല്ലാം കാര്യങ്ങൾ പടച്ചതമ്പുരാന് പറയാനുണ്ട്.
എന്തെല്ലാം കാര്യങ്ങൾ പറയാനുണ്ട് പടച്ചമ്പുരാന്. ഇന്നഹു കാന ലാ യുമിൻ ബില്ലാഹിൽ അലീം. ഇത് കേൾക്കുമ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന, എൻ്റെ ഹുതുബ കേട്ടുകൊണ്ടിരിക്കുന്ന ആരും മനസ്സിലാക്കരുത് അവർ നിരീശ്വരവാദികളായിരുന്നു, അവർ എക്സ് മുസ്ലിങ്ങളായിരുന്നു, അവർ യുക്തിവാദികളായിരുന്നു, അവർ നാസ്തികരായിരുന്നു. അവരെ കുറിച്ചാണ് ഈ പറയുന്നത്. ലാ യുമിൻ ബില്ലാഹിൽ അലീം. അവർ മഹോന്നതനായ അള്ളാഹുവിൽ വിശ്വസിച്ചില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവർ നാസ്തികരായിരുന്നു എന്നല്ല. ഇത് ഈ പറയുന്ന പറച്ചിൽ സംബോധന ചെയ്യുന്ന ആളുകൾ മുഴുവൻ ഈ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്ന ആളുകളാണ്. ഈ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്ന ആളുകൾ തന്നെയാണ്, അല്ലാതെ അവർ നിഷേധിച്ചതല്ല. പ്രശ്നം എന്തായിരുന്നു അറിയാമോ? ആ അള്ളാഹു പറഞ്ഞ വിധിവിലക്കുകൾ, ആവശ്യങ്ങൾ അവൻ കൊടുക്കണം. ആ സമ്പത്ത് നിന്റെ കയ്യിലുണ്ട്, അത് നീ കൊടുക്കണം. അള്ളാഹുവിന്റെ അതുപോലുള്ള കൽപ്പനകളെ പുല്ലുവില പോലും കൽപ്പിക്കാതെ അവൻ അഗണ്യകോടിയിൽ അവഗണിച്ചു കളഞ്ഞു. അതാണ് അവരുടെ പ്രശ്നം. അല്ലാതെ അല്ല ഇല്ല, ഈ പ്രപഞ്ചത്തിനോട് നാദനൊന്നുമില്ല, ഇത് റാൻഡം ഉണ്ടായതാണ് എന്ന് പറഞ്ഞതല്ല അവരുടെ പ്രശ്നം. അവരുടെ അടിസ്ഥാന പ്രശ്നം ഇതായിരുന്നു. പിന്നെന്താണ് അവരുടെ തകരാറ്? വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ. അവർ അഗതിക്ക് അന്നം കൊടുത്തില്ല എന്നല്ല, അവർ അഗതിക്ക് അന്നം കൊടുത്തില്ല, അന്നം കൊടുക്കാൻ ഒറ്റൊരുത്തനെയും അവർ പ്രേരിപ്പിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ഗൗരവത്തിലാണ് പറയുന്നത്. അവിടെ എന്തെല്ലാം അള്ളാഹ്ക്ക് വേണമെങ്കിൽ ചേർത്ത് വയ്ക്കാം. ഇവർക്കെതിരെയുള്ള ചാർജ്, പല ചാർജും ഉണ്ട് ഇവർക്ക്. ഇവർ ഇങ്ങനെ ക്രൂരമായി ശിക്ഷിക്കപ്പെടാൻ ഒരുപാട് ചാർജ് ഇവരുടെ നേരെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് എണ്ണി പറയാൻ പാടില്ലേ? പക്ഷേ അത് മൗലികമായ രണ്ട് കാര്യങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലിമിറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഒന്ന്, മഹോന്നതനായ നാഥനെ അവർ അവഗണിച്ചു കളഞ്ഞു. രണ്ടാമത്തേത്, അവർ അഗതിക്ക് അന്നം കൊടുക്കാൻ പ്രേരിപ്പിച്ചില്ല. ഇനി ഇതിൻ്റെ തന്നെ വേറൊരു വെർഷൻ ഉണ്ട് ഖുർആനിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് വിധി കൽപ്പിച്ച് ഒരു കൂട്ടരെ നരകത്തിലേക്കും ഒരു കൂട്ടരെ സ്വർഗത്തിലേക്കും പറഞ്ഞുവിടും. അങ്ങനെ സ്വർഗത്തിന്റെ ഗാലറിയിൽ ഇരുന്നു കൊണ്ട് നരകത്തിൽ കണ്ടു വെന്തരിയുന്ന ആളുകളോട് ഇവർ ചോദിക്കും, മാ സലക്കക്കും ഫീ സഖറ, ഇത്രയും ദയനീയമായ ശിക്ഷക്ക് നിങ്ങൾ വിധേയമാക്കപ്പെടാൻ എന്താണ് കാരണം എന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഉത്തരമുണ്ട്, ഖാലു ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ. ഞങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല, അഗതിക്ക് ഞങ്ങൾ അന്നം കൊടുത്തിട്ടുമില്ല. രണ്ട് കാരണങ്ങളാണ് പറയുന്നത്. ഇത് ഖുർആനിലുള്ളതാണ്. ഇനിയുമുണ്ട്, ഇനിയും ഇതുപോലുള്ള വർത്തമാനങ്ങൾ ഉണ്ട്. ഒരു പക്ഷേ നമ്മൾ ജീവിതത്തിൽ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല വിശുദ്ധ ഖുർആൻ അഗതിക്ക് അന്നം കൊടുക്കുന്നതിനെ കുറിച്ച് ഇത്രയും ആഴത്തിലും പരപ്പിലും സംസാരിക്കുന്നതിനെ കുറിച്ച്. നമ്മളത് പഠിക്കണം. അത് നമ്മെ പഠിപ്പിച്ചു തരാൻ ഒരു പക്ഷേ സംഘടനക്കാർക്ക് സാധിക്കില്ല, ഒരു പക്ഷേ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും സാധിക്കില്ല. നമുക്കിത് അറിയണമെന്നുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആൻ എടുത്ത് നമ്മൾ തന്നെ വായിച്ചു നോക്കണം. ഏത് ടോണിലാണെന്ന് സംസാരിക്കുന്നത്, എത്ര ഗൗരവമുണ്ട്. നമ്മൾ ഈ പറഞ്ഞതിന് അർഹിക്കുന്ന ഒരു ഗൗരവം, നമ്മൾ ഒരു സീരിയസ്നെസ്. മറ്റുള്ളവന്റെ സമ്പത്ത് തൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് കണ്ടറിഞ്ഞു വേണം ജീവിക്കാൻ. തോന്നിയതുപോലെ പണം ചെലവഴിച്ച് ജീവിക്കാൻ പറ്റില്ല. ഉള്ള ആർഭാടവും ഉള്ള ദൂർത്തും നടത്തിക്കൊണ്ട് കല്യാണം നടത്താൻ പറ്റില്ല. ഉള്ള ആർഭാടവും ദൂർത്തും നടത്തിക്കൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മറ്റുള്ളവന്റെ കയ്യിൽ എൻ്റെ പണമുണ്ട്, അതുകൊണ്ട് ഗൗരവമാണിത്. ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ ലളിതമല്ല. പക്ഷേ നമ്മൾ ഇതിന് വേണ്ടത്ര സീരിയസ്നെസ് നൽകുന്നുണ്ടോ? ഇല്ല. ഇനി ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഇതിനേക്കാൾ സീരിയസ്നെസ് നമ്മൾ കുനൂത്തിന് നൽകാറില്ലേ? ഇതിനേക്കാൾ സീരിയസ്നെസ് നമ്മൾ കൂട്ടുപ്രാർത്ഥനയ്ക്ക് നൽകാറില്ലേ? ഇതിനേക്കാൾ സീരിയസ്നെസ് നമ്മൾ തറാവീഹിന്റെ റക്അത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ നൽകാറില്ലേ? ഇല്ലേ? നൽകാറില്ലേ? നമ്മൾ നൽകാൻ നമ്മെ പ്രേരിപ്പിക്കാറില്ലേ? എന്താ ഖുർആൻ വ്യക്തമായോ വ്യംഗ്യമായോ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഖുനൂത്തിനെ കുറിച്ച് ഖുർആൻ വ്യക്തമായോ വ്യംഗ്യമായോ മിണ്ടിയിട്ടില്ല. തറാവീഹിന്റെ റക്അത്തിനെ കുറിച്ച് ഖുർആൻ വ്യക്തമായോ വ്യംഗ്യമായോ ഒന്നും പറഞ്ഞിട്ടില്ല. കൂട്ടുപ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞിട്ടില്ല. കൈ എവിടെ കെട്ടണമെന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. നമ്മൾ ഇന്ന് വിവാദമാക്കിക്കൊണ്ടിരിക്കുന്ന ഒന്നിനെ കുറിച്ചും ഖുർആൻ മിണ്ടിയിട്ടില്ല. ഖുർആൻ മിണ്ടിയതും മിണ്ടിയപ്പോൾ ഉപയോഗിച്ച വാക്കുകളും വളരെ ഗൗരവത്തിൽ ഉപയോഗിച്ചത് അഗതിക്ക് അന്നം കൊടുക്കാൻ നീ തയ്യാറാകണം എന്ന് പറയാനാണ്. ഇത് കിട്ടണമെങ്കിൽ ഖുർആൻ തന്നെ നമ്മൾ വായിക്കണം. ഖുർആൻ തന്നെ നമ്മൾ വായിക്കണം. നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്നത് കൂട്ടുപ്രാർത്ഥനയുടെ ഗൗരവം, ഖുനൂത്തിന്റെ ഗൗരവം, തറാവീഹിന്റെ റക്അത്തിന്റെ ഗൗരവം, കൈ എവിടെ കെട്ടണം എന്നതിന്റെ ഗൗരവം, ഇതിനെക്കുറിച്ചുള്ള ഗൗരവങ്ങളെ നമുക്ക് പുറത്തുനിന്ന് കിട്ടുള്ളൂ. യഥാർത്ഥ ഗൗരവം കിട്ടണമെങ്കിൽ ഖുർആൻ നമ്മൾ തന്നെ സ്വയം വായിക്കാനും ചിന്തിക്കാനും പഠിക്കാനും സന്നദ്ധമാകണം. ഇത് നിരന്തരം ഇരുന്ന് വായിക്കുമ്പോൾ നമുക്ക് ഈ ബോധമുണ്ടാകും, മറ്റുള്ളവൻ്റെ സമ്പത്ത് എൻ്റെ കയ്യിലുണ്ട് എന്ന്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ഇനിയും കുറേ ആയത്തുകളുണ്ട്. ധാരാളം ആയത്തുകൾ ഖുർആനിലുണ്ട്. ധാരാളം ആയത്തുകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. ആ പത്തനംതിട്ടയിൽ ഞാൻ പറഞ്ഞ കക്ഷിയുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇനി നമ്മൾ വേവലാതിപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അയാളുടെ കറണ്ട് കാശ് അടച്ചിട്ടുണ്ട്,
അയാളുടെ വീട് പണിയാനുള്ള തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ നടക്കുന്നില്ല. അതിനെക്കുറിച്ച് നമ്മൾ വേവലാതിപ്പെടേണ്ടതില്ല. പക്ഷേ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഇത്തരം ആളുകളെക്കുറിച്ച് നമ്മൾക്കൊരു ചെറിയ വേവലാതി ഉണ്ടാകണം. അർഹിക്കുന്ന ആളുകൾക്ക് കൊടുക്കേണ്ടതാണെങ്കിൽ നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ അഗതിക്ക് അന്നം കൊടുക്കാന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വിചാരം എന്താണെന്ന് ചോദിച്ചാൽ, അമ്മേ ഇത്തിരി ചോറ് തരണേ എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടുമുറ്റത്ത് വരുന്ന ആളുകൾക്ക് ചോറ് കൊടുക്കുന്ന കാര്യമൊന്നുമല്ല ഈ പറയുന്നത്. അടിസ്ഥാനപരമായിട്ട് ഇസ്ലാമിൻ്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജന സങ്കല്പമാണ് അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നോട്ട് വയ്ക്കുന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജന സങ്കല്പം വളരെ ശ്രദ്ധേയമായ, വളരെ എക്സ്ക്ലൂസീവായിട്ടുള്ള പല പരാമർശങ്ങളും വിശുദ്ധ ഖുർആനിൽ ഇത് സംബന്ധമായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റ് ഖുതുബകളിൽ നമുക്കതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാൻ കഴിയും. നമ്മളത് കേൾക്കണം, നമ്മളത് പഠിക്കണം, നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കണം. എന്തുണ്ടെങ്കിൽ വല്ലദീന യുസദ്ദിഖൂന ബിയൗമിദ്ദീൻ, വിചാരണയുടെ ഒരു ലോകമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ. ഇല്ലെങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ല, ഇല്ലെങ്കിൽ പിന്നെ ഒക്കെ മണ്ടത്തരവും. അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക. അതേപോലെ തന്നെ ചില ആളുകളുണ്ട് കൊടുക്കും, പക്ഷെ അവർ അടുത്ത ബന്ധുക്കൾക്ക് കൊടുക്കില്ല, പുറത്തുള്ള ആളുകൾക്ക് കൊടുക്കുള്ളൂ. ഖുർആൻ എന്താ പറയുന്നത്? നിങ്ങൾ ആദ്യം പരിഗണിക്കേണ്ടത് നിങ്ങളുടെ അടുത്ത ബന്ധുക്കളെയാണ്. നിങ്ങൾ സമ്പന്നനായി അത്യാവശ്യം കാശുള്ളവനായി നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കെ നിങ്ങൾ അവർക്കാണ് ആദ്യം പരിഗണന കൊടുക്കേണ്ടത്. ആത്തിദൽ ഖുർബ ഹക്കഹു, ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അടുത്ത ബന്ധുജനങ്ങൾക്ക് നിങ്ങളിത് നൽകണം. ആ കാശ് നിങ്ങളെയാണ് അല്ലാഹു ഏൽപ്പിച്ചിട്ടുള്ളത്, അവരായി കൊടുത്തില്ല. അതിന് വേറെ യുക്തിയുണ്ട്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചമ്പുരാൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തൊട്ടടുത്ത ആശുപത്രി രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.